കേരളത്തിൽ കോൺഗ്രസ് നേടിയ ഉജ്ജ്വല വിജയം ഇപ്പോൾ അധികാരത്തിന്റെ സങ്കീർണ ഗണിതത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് 8 ദിവസം കഴിഞ്ഞിട്ടും ഉത്തരമില്ല. വിജയാഘോഷവും ഭരണവും നടക്കേണ്ട സമയത്താണ് കോൺഗ്രസ് ഇപ്പോൾ ആന്തരിക അധികാര പോരാട്ടത്തിന്റെ പ്രതിരോധത്തിൽ നിൽക്കുന്നത്. ഡൽഹിയിൽ ചർച്ചകൾ തുടരുന്നു. മുൻ KPCC അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ, വർക്കിംഗ് പ്രസിഡന്റ്മാർ, അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം രാഹുൽ ഗാന്ധി നേരിട്ട് കേട്ടു. പക്ഷേ ഇപ്പോഴും തീരുമാനമില്ല. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിനെ മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട്. കേരളത്തിലും ആ അധികാര തകർച്ചയുടെ വഴിയിലേക്ക് നീങ്ങുകയാണോ? ആ തർക്കങ്ങളുടെ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണോ? കേരളവും അതേ രാഷ്ട്രീയ കഥയുടെ പുതിയ അധ്യായം ആവുകയാണോ? അതോ അവസാന നിമിഷത്തിൽ ഹൈക്കമാൻഡ് പ്രതിസന്ധികളെ മറികടക്കുമോ? എല്ലാവരുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് തീരുമാനം പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രീയ പക്വത കോൺഗ്രസിനുണ്ടോ എന്ന ചോദ്യത്തിനുള്ള വലിയ ഉത്തരം കൂടിയാണ് കേരളം കാത്തിരിക്കുന്നത്. വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. സംസ്ഥാനത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം സംസ്ഥാനത്ത് എല്ലായിടത്തും പ്രതിഫലിക്കുകയാണ്. കോൺഗ്രസിനകത്ത് ഈ പ്രശ്നങ്ങൾ കണ്ട് രസിക്കുകയാണ് പ്രതിപക്ഷ ചേരി. ഏതായാലും മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിനും കാത്തിരിപ്പിനുമൊക്കെ ഇന്നത്തോടുകൂടി അവസാനം ഉണ്ടാകുമെന്നാണ് വിവരം. നാളെ ആ പ്രഖ്യാപനം, ആ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. ഡൽഹിയിൽ മുൻ KPCC അധ്യക്ഷന്മാരും മുതിർന്ന നേതാക്കളും വർക്കിംഗ് പ്രസിഡന്റുമാരും അടക്കമുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. രാഹുൽ ഗാന്ധി അവരുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്ത് എന്ന് ചോദിച്ച് അറിയുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരേപോലെ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. അധികാരത്തിൽ തിരിച്ചെത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന തർക്കം ഒരു തീരുമാനമാകാതെ മുന്നോട്ട് പോകുമ്പോൾ, അന്തിമ തീരുമാനമാകാതെ ആ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ വമ്പൻ വിജയത്തിന് മങ്ങലേറ്റോ എന്ന സംശയം ഉയരുകയാണ്. KPCC അധ്യക്ഷൻ തന്നെ തുറന്നു പറയുകയാണ് ഇത് മങ്ങലേറ്റു എന്ന്. വെളുത്ത പുക ഉടനെ ഉയരുമെന്ന് പ്രതീക്ഷ സണ്ണി ജോസഫ് പങ്കുവെക്കുമ്പോഴും ഈ വിജയത്തിൻ്റെ തിളക്കം അതിന് മങ്ങലേറ്റു എന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കുകയാണ്. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ഇതുവരെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയും ആരെയും നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് സൂചന. അതേസമയം MLA-മാരുടെ എണ്ണം അവഗണിക്കരുത് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി അഭിപ്രായങ്ങൾ ആരായുമ്പോൾ പലരും പറഞ്ഞത് KC വേണുഗോപാലിൻ്റെ പേര് തന്നെയാണ് എന്ന് ആണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നെഹ്റു കുടുംബത്തോടുള്ള അടുപ്പവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പലരോടും അഭിപ്രായങ്ങൾ ചോദിച്ചത്. അപ്പോൾ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഓരോരുത്തരെയും വിളിച്ചിരുത്തി ഒറ്റയ്ക്ക് സംസാരിക്കുകയും അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുകയും ചെയ്യുന്നു. സോണിയാഗാന്ധി ഈ വിഷയത്തിൽ തീരുമാനം എടുക്കണം എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ ഒരു നിലപാട്. കാരണം KC വേണുഗോപാലുമായി ഖർഗയ്ക്കും അതുപോലെ രാഹുൽ ഗാന്ധിക്കും വ്യക്തിപരമായ ബന്ധമുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ സോണിയാഗാന്ധിയുടെ തീരുമാനത്തിന്, അന്തിമമായ തീരുമാനത്തിന് കൂടുതൽ വിലയുണ്ടാകും എന്ന് എല്ലാവരും കരുതുന്നു. 8 ദിവസമായിട്ടും തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൽ ഘടകകക്ഷികളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം പുകയുകയാണ്. അവസാന വട്ട ചർച്ചകളിലും KC വേണുഗോപാലിന് തന്നെയാണ് മുൻതൂക്കം എന്ന വിവരങ്ങൾ വരുമ്പോഴും അത് പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസരത്തിൽ കോൺഗ്രസ് നിൽക്കുന്നു. ജനപ്രതിനിധികളുടെ പിന്തുണ എന്ന ആ ഒരു സഖ്യം അത് മറികടന്ന് മറ്റ് ഘടകങ്ങൾ ഒന്നും തന്നെ സമീപകാലത്ത് ഹൈക്കമാൻഡ് പരിശോധിച്ചിട്ടില്ല. അപ്പോൾ ജനപ്രതിനിധികൾ ആരെ പിന്തുണയ്ക്കുന്നു എന്ന ആ ഒരു സംഖ്യ തന്നെയാണ് ഹൈക്കമാൻഡ് ഒരു പ്രധാന ഘടകമായി എപ്പോഴും എടുത്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ അടുത്ത കാലത്ത് അങ്ങനെ പോയിട്ടില്ല എന്നത് ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ തീരുമാനം നാളെ ഉണ്ടായേക്കും എന്നാണ് സൂചന. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി കോൺഗ്രസിന് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും നിന്നും കോൺഗ്രസ് ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. 2018 സമാനമായ പ്രശ്നം രാജസ്ഥാനിൽ ഉണ്ടായിരുന്നു. 2018 ആരംഭിച്ച് അത് 2020 വരെ തുടർന്നു. 2018 നിയമസഭാ വിജയത്തിനു ശേഷം അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള ഒരു പോരാട്ടം രാജസ്ഥാൻ കണ്ടതാണ്. 2020 പൈലറ്റ് നേതൃത്വത്തിനെതിരെ തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടെ പ്രതിസന്ധി അതിരൂക്ഷമായി. കർണാടകയിൽ നമുക്കറിയാം 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വലിയ തർക്കമുണ്ടായി.
അത് സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള ഒരു അഭിപ്രായ തർക്കമായിരുന്നു. അത് വലിയ അധികാര തർക്കമായി വന്നു. ഛത്തീസ്ഗഡിൽ നമുക്കറിയാം സമാനമായി 2018 മുതൽ 2023 വരെ ഭൂപേഷ് ബാഗേലും TS സിംഗും ദിയോയും തമ്മിലുള്ള തർക്കം. അവിടെ റൊട്ടേഷൻ വ്യവസ്ഥയിൽ മുഖ്യമന്ത്രി ഫോർമുല വെച്ചു, അതിനെ ചൊല്ലിയുള്ള തർക്കം വന്നു. അത് ആ ഭരണകാലത്ത് അത് ആവർത്തിച്ചുള്ള ഒരു തർക്ക വിഷയമായി തുടരുകയും ചെയ്തു. പഞ്ചാബിലും 2021 ക്യാപ്റ്റൻ അമരേന്ദർ സിംഗും നവജോത് സിംഗ് സിദ്ധുവും തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു. 2022 തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് സർക്കാരിനെ അത് അസ്ഥിരപ്പെടുത്തി. മധ്യപ്രദേശിൽ 2018 ഇതേ സാഹചര്യം ഉണ്ടായി. അവിടെ 2020 നമുക്കത് കാണാൻ കഴിഞ്ഞു. കമൽനാഥും ജ്യോതിരാജ് സിന്ധ്യയും ദിഗ്വിജയ് സിംഗും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു നേതൃത്വം ഇതുപോലെ പരസ്പരം പോരടിച്ചു. ഒടുവിൽ സിന്ധ്യയുടെ ആ പാർട്ടി വിടലൊക്കെ നമ്മൾ കണ്ടു. 2020 കോൺഗ്രസ് സർക്കാരിൻ്റെ പതനത്തിന് കാരണമായ ഒരു സാഹചര്യം അത് ഓർക്കേണ്ടതാണ്. ഉത്തരാഖണ്ഡിൽ 2012 ഇതേപോലെ പോരാട്ടം നടന്നു. സർക്കാരിൻ്റെ നിയന്ത്രണത്തെ ചൊല്ലി ഹരീഷ് റാവത്തും വിജയ് ബഹുഗുണയും തമ്മിൽ അവിടെ ഏറ്റുമുട്ടി. പക്ഷേ അത് ആ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി. ആന്ധ്രാപ്രദേശിൽ ഇത് ആദ്യം തുടങ്ങി 2009 YS രാജശേഖർ റെഡ്ഡിയുടെ മരണശേഷം ഉണ്ടായ പിന്തുടർച്ച അവകാശമാണ് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി. അപ്പോൾ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നത് കോൺഗ്രസിന് മുന്നിൽ ഒരു കീറാമുട്ടിയായി പല ഘട്ടങ്ങളിലും നിന്നിട്ടുണ്ട്. അത് ഇപ്പോഴും കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് പണ്ടത്തെ പോലെയല്ല. ഇപ്പോഴത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന സംശയവും ആളുകൾ പങ്കുവയ്ക്കുകയാണ്. ഏതായാലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ നേതൃയോഗം ചേരുകയാണ് മുസ്ലിം ലീഗ്. നാളെ രാവിലെയാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾ നീളുന്നതിൽ ലീഗ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകഞ്ഞതോടുകൂടി ലീഗ് നേതൃത്വം എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. പാണക്കാട് വെച്ചാണ് യോഗം ചേരുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറി, സംസ്ഥാന അധ്യക്ഷൻ എന്നിവരൊക്കെ ഉൾപ്പെടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളൊക്കെ യോഗത്തിൽ പങ്കെടുക്കും. കോൺഗ്രസിൻ്റെ തീരുമാനം ഒരുപക്ഷെ ഉണ്ടായാൽ അത് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് ലീഗിൻ്റെ മുന്നിൽ ഒരു വലിയ വിഷയമാണ്. വീണ്ടും കോൺഗ്രസ് നേതൃത്വം ഒരു അഭിപ്രായം ആരാഞ്ഞാൽ അപ്പോഴെന്ത് പറയണം എന്നതിനെക്കുറിച്ച് ലീഗിന് തയ്യാറെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതുണ്ട്. ഇനി ലീഗിന് താല്പര്യമില്ലാത്ത രീതിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ഒരു അഭിപ്രായം വന്നാൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ലീഗ് മുന്നോട്ട് വെക്കേണ്ടതുണ്ടോ എന്നതൊക്കെ നാളത്തെ ചർച്ചയിൽ പ്രതിഫലിക്കും എന്ന കാര്യം ഉറപ്പാണ്. ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അതുപോലെ ഒക്കെയുള്ള ആളുകൾ നേരത്തെ തന്നെ പരസ്യ വിമർശനവുമായി രംഗത്ത് എത്തിയിരുന്നു. അബ്ദുൾ റഹീമിനെ പോലെയുള്ള ആളുകൾ, അബ്ദുൾ ഹമീദിനെ പോലെയുള്ള ആളുകൾ അവിടെ നിന്ന് ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നത്, ഒരു തർക്ക വിഷയമാകുന്നത് ഒക്കെ ഈ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തിളക്കത്തെ ബാധിക്കുന്ന തരത്തിലൊക്കെ വരുന്നു, അതെല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്നു എന്നത് എല്ലാവരെയും നിരാശപ്പെടുത്തുന്നു, അണികളെ നിരാശപ്പെടുത്തുന്നു എന്ന ഒരു നിലപാടാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ കേരള രാഷ്ട്രീയം വലിയ ഒരു നിർണായക സന്നിഗ്ധ ഘട്ടത്തിലാണ്. വലിയ വിജയം നേടിയ UDFന് മികച്ച ഒരു സർക്കാരിനെ ഈ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് അവർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതൊക്കെ നടപ്പിലാക്കേണ്ടതുണ്ട്. പക്ഷേ അതിനൊരു മുഖ്യമന്ത്രി എവിടെ എന്ന ചോദ്യം കോൺഗ്രസിനെ എല്ലാ കാലത്തെയും പോലെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നു എന്നതാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്ന ഒരു ചിത്രം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.